ആയി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തെടുക്കണം അവിടെ? KVM സംഘടനയുടെ എല്ലാ കൂട്ടുകാരും എന്ത് പറയണം എല്ലാവരും? അപ്പോഴേ ഞാൻ വളരെ സന്തോഷത്തിലാണ്, അങ്ങനത്തെ സന്തോഷത്തിലാണ്. കാരണം എൻ്റെ വീടിൻ്റെ ലേലം പുല്ലുപോലെ നമ്മുടെ സംഘടന വന്ന് അത് തട്ടിത്തെറിപ്പിച്ച് തന്നതിൽ വളരെ വളരെ സന്തോഷത്തിലാണ്. അത് നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് നിന്ന കാരണം അതൊരു ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു സംഘടനയെന്ന് മനസ്സിലായി. എൻ്റെ തൊട്ടടുത്ത വീട്ടുകാരൻ ഇത് കുറേ നാളായിട്ട് കണ്ണുവെച്ചിരുന്നിരുന്നു. ആ വീട് പലരോടും പല തടസ്സങ്ങളും പറഞ്ഞ് അവനെ ലേലത്തിൽ എടുക്കാനായിട്ട് ഇരുന്നിരുന്നു. നമ്മുടെ സംഘടന വന്ന മീറ്റിംഗ് കഴിഞ്ഞ് ആ ബോർഡൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ അവന് മനസ്സിലായി നടക്കണ കാര്യമില്ലാന്ന്. അതോടെ അവൻ പിന്മാറിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ലേലവും തള്ളിപ്പോയി എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു ഇതും വന്നിട്ടില്ല, ബാങ്കിൽ നിന്ന് വന്നിട്ടൊന്നുമില്ല. എൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് മെസ്സേജുകൾ വരാറുണ്ട്, ഇത്ര രൂപ അടക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ അത് ലേലത്തിൽ വെച്ച തുകയിലും 8 ലക്ഷം രൂപ കുറവിനാണ് മെസ്സേജ് വരുന്നത്. അപ്പം ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ചെയ്യണില്ല. നമ്മുടെ സംഘടന ഉണ്ടല്ലോ, നമുക്ക് വേണ്ട പോലെ ആലോചിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് ഒരു കുടുംബത്തിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഒരു ശക്തിയാണ് ഞാൻ പറയണത്. നമ്മളത്രയും ഒരു ബലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുക. എനിക്കതേ പറയാനുള്ളൂ. നമ്മൾ ഏത് നേരവും എപ്പോഴും എവിടേക്ക് പോകാനും എന്തിനും നമ്മൾ സജ്ജരായിട്ടിരിക്കുക. സജ്ജരെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടായിട്ടിരിക്കുക. അതിന് പൈസയുടെ ആവശ്യം ഇഷ്ടം പോലെ ഉണ്ട്, നല്ലപോലെ പൈസയുടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കൃത്യമായിട്ട് പരസ്യങ്ങൾക്ക് അടച്ച് നമ്മൾ ആർക്ക് എവിടെ എപ്പോൾ എന്ന് പറഞ്ഞാലും നമ്മൾ അപ്പം അതിന് തയ്യാറാവണം. എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനു വേണ്ടി ഇറങ്ങുന്നവർക്ക് പൈസ ചിലവുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ഒരു ബലം, നമ്മുടെ കൂട്ടായ്മ അത്രയും വളർന്നു കഴിഞ്ഞാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവർക്കും അതിൽ നന്ദിയുണ്ട്. എങ്ങനെ എനിക്ക് നന്ദി പറയേണ്ടതെന്നും പറയണില്ല. ഒരുപാട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എനിക്ക് ഇങ്ങനൊരു സംഘടനയിൽ ഞാൻ വരും, ഇതൊക്കെ എനിക്ക് റിമൂവായി കിട്ടുമെന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അതെല്ലാം ശരിയാവണുണ്ടല്ലോ. അപ്പം എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അപ്പോൾ നമ്മുടെ സംഘടനയും എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. എല്ലാവരും പരസ്യങ്ങൾക്ക് അടച്ച് നല്ല കുട്ടികളായിട്ടൊക്കെ ഇരിക്കുക. ശരി കേട്ടാ. ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ സംഘടനയോട്. ഒരിക്കലും തീരാത്ത നന്ദിയാണ് എനിക്ക്. എങ്ങനെയാണ് എനിക്കത് പ്രകടിപ്പിക്കണേന്ന് പോലും എനിക്ക് അറിയണില്ല. അത്ര സന്തോഷത്തിലാണ് ഞാനിപ്പോൾ കേട്ടോ.